ഇന്ന് രാവിലെ നല്ല മഴക്കാറാണ് കേട്ടോ. അതുപോലെ തന്നെ പുറത്ത് നല്ല ഇരുടുമായിരുന്നു കേട്ടോ. രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴാണ് നല്ല ഇരുട്. ഇന്നലെ അതിന് വേണ്ടിയിട്ട് നല്ല വെളിച്ചമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചോറിനുള്ള വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചായക്കുള്ള വെള്ളം ഓൾറെഡി ഗ്യാസ് മേലെ വെച്ചിട്ടുണ്ടായിന്. അതൊന്ന് ഫ്ലാസ്കിൽ വെച്ചിട്ടോ. പിന്നെ അരി ഇടാനാണ് നോക്കുന്നത്. കുറച്ച് അരി മാത്രമേ ഞങ്ങൾ ഇടാറുള്ളൂ കേട്ടോ. 2 ഗ്ലാസ് അരി മാത്രമേ ഇടാറുള്ളൂ. രാത്രി ഉമ്മയും ഹസ്ബൻഡും ചപ്പാത്തിയാണ് കഴിക്കുക. അതുകൊണ്ട് തന്നെ ചോറ് കുറച്ച് മതി കേട്ടോ. അപ്പോൾ അരിക്ക് ഇപ്പോൾ ചിലവ് കുറവാണ്. ഇന്നലെ രാത്രി സാധനങ്ങൾ വാങ്ങിയപ്പോൾ കുറച്ച് പഴം വാങ്ങിന് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ച്. പുട്ടുപൊടിയൊന്നുമില്ല, പത്തിരിപ്പൊടി കൊണ്ടാണ് കേട്ടോ പുട്ടുണ്ടാക്കുന്നത്. കുറച്ച് ചോറും കുറച്ച് വെള്ളം ഒഴിച്ച് നനച്ചുകൊണ്ട് അതുകൊണ്ട് പുട്ടുണ്ടാക്കാം കേട്ടോ. നല്ല പുട്ടായി വരുവേ അങ്ങനെ ഉണ്ടാക്കിയാൽ. അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഉള്ളത് ഞാൻ കഴുകി വെച്ചിട്ടോ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാത്രങ്ങൾ കഴുകിയാൽ പെട്ടെന്ന് തന്നെ നമ്മൾ പണിയൊക്കെ തീരും കേട്ടോ. മോക്കുന്ന സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പൊട്ടറ്റോ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ മസാല പുരട്ടിയാണ്ട് വെച്ചതാണ്. അപ്പോൾ പറഞ്ഞ് ഓക്ക് പൊട്ടറ്റോ വേണ്ട, പുട്ട് മതി കൊണ്ടുപോകാൻ വേണ്ടി. കൊണ്ടുപോയാൽ കഴിക്കില്ലെന്നൊന്നും അറിയില്ല കേട്ടോ. ആദ്യമായിട്ടാണ് പുട്ട് കൊണ്ടുപോകാൻ നോക്കുന്നത്. അപ്പോൾ ചോറ് വന്നപ്പോൾ ഞാൻ ചോറൊന്ന് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചായക്കുള്ളതും ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ സ്നാക്സിന് പഴം വാട്ടിയതാണ് കേട്ടോ കൊടുത്തു വിടുന്നത്. പഴം വാട്ടിയത് എത്ര കൊടുത്താലും ഓള് കഴിക്കും കേട്ടോ. അപ്പോൾ പഴം വാട്ടിയത് കൊടുത്തിട്ടുണ്ട്. രാവിലെ പുട്ട് എന്ന് പറയാന്നല്ലാണ്ട് വലിയ കഴിക്കലൊന്നും കഴിക്കൂല. അപ്പോൾ ഞാൻ രാവിലെ പുട്ട് കുറച്ചേ കഴിച്ചിട്ടുള്ളതിന്. അപ്പോൾ കുറച്ച് ആപ്പിളും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് ചോറ് വേണ്ടാത്തതുകൊണ്ട് തന്നെ പുട്ട് കൊടുത്തിട്ടോ. പുട്ടിൽ കുറച്ച് പഞ്ചസാര ഇട്ട് ഒരു പഴം വെറുതെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പഴം വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒരു പഴം കൂടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ അടുക്കളയിൽ പോയപ്പോഴേക്കും പാത്രത്തിൽ നിന്ന് പഞ്ചസാര എടുത്ത് തിന്നത് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാട്ടോ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലേ. ബൈ.